യത്തീംഖാനകളിൽ യത്തീം മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസയിൽ നിന്ന് 60 രൂപ യത്തീംഖാനയ്ക്ക് 40 രൂപ പിരിവാറിന്റെ പോക്കറ്റിലോ എന്നുള്ള സംവിധാനം മാറിയേ പറ്റൂ. ഇല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയിട്ട് വേറെ കോഴി ഫാമോ അല്ല തുടങ്ങണം യത്തീംഖാനകൾ. ഓരോ വീട്ടിൽ ചെന്നിട്ട് യത്തീം മക്കൾക്കെന്നും പറഞ്ഞിട്ട് ഞാൻ യത്തീം മക്കൾക്ക് വേണ്ടി 1000 രൂപ കൊടുക്കുക, 400 രൂപ പിരിവാരന്, 600 രൂപ യത്തീം മക്കൾക്ക്. ഇനി ആ യത്തീംഖാനയിൽ നടക്കുന്നതോ എത്ര യത്തീം കുട്ടികളുണ്ട്? യത്തീംഖാനെ കയറി ചോദിക്കണം. ഇനിയിപ്പോ മൊത്തത്തിൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം, എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? യത്തീംഖാനെ കയറി ചോദിക്കണം, വാപ്പ എന്ത് ചെയ്യുന്നു? വാപ്പ ഗൾഫില്ല, പിന്നെ അങ്ങനെ യത്തീമാവും? എത്ര യത്തീം മക്കളുണ്ട്? വളരെ ഗൗരവമാണ്. യത്തീമിന്റെ ധനം തിന്നുന്നവൻ അവന്റെ പള്ളയിൽ തീയാണ് നിറയ്ക്കുന്നത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ യത്തീംഖാന നടത്തുന്നവർക്ക് മാത്രം പ്രശ്നമല്ല. ഗൗരവമുള്ള ഒരു വിഷയമാണ് നവാസ് മന്നാനി ഉസ്താദ് ഈ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ കുറെ ആൾക്കാരെ അയച്ചു തന്നപ്പോ നവാസ് മന്നാനി ഉസ്താദിന് നേരിട്ട് അയച്ചു കൊടുത്ത് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ്, മാത്രല്ല ഇങ്ങനെയൊക്കെ തുറന്നു പറയുമ്പോ നമ്മളെ സമുദായത്തിൽപ്പെട്ട പല ആൾക്കാർക്കും പല രീതിയിൽ നിങ്ങളോട് വിയോജിപ്പൊക്കെ ഉണ്ടാവും എന്നുള്ള കോലത്തിൽ തന്നെ ഉസ്താദിനോട് സംസാരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ കുറച്ചു മുമ്പേ പിരിവിന് വന്ന ഒരു വ്യക്തി വീട്ടിലാളില്ലാത്ത സമയത്ത് ചെടിച്ചട്ടിയൊക്കെ എടുത്തെറിയുന്നത് CCTVയിൽ കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. നമ്മള് വലിയ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. അത് അന്ന് ഞാൻ ആ വിഷയവുമായി സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് കുറെ ആൾക്കാർ എന്നെ എതിർത്തിട്ടോ. അതിപ്പോ ഏകദേശം ഒരു കൊല്ലത്തിന്റെ മേലായിട്ടുണ്ടാവും. അതായത് ഇവർക്ക് 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 40 രൂപ ഈ പറയുന്ന വ്യക്തിക്കാണ് കിട്ടുക. അന്ന് നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. എന്താണ് ഇവർക്ക് ശമ്പളം നിശ്ചയിച്ചാല് ഒരു മാസം 15,000 രൂപ ഉണ്ടായിക്കോട്ടെ, ഡെയിലി ജോലി ചെയ്യണം, പിരിവെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് ഈ കമ്മീഷൻ ആവുമ്പോ എന്താണെന്ന് അറിയങ്ങള് വൻ സംഖ്യ കിട്ടും. അതുപോലെ എല്ലാ ദിവസവും പിരിവിന് ഇറങ്ങൂല, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇറങ്ങുക. കാരണം അവരുടേതായ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ബാക്കിയുള്ളത് ഈ പറയുന്നത് പോലെ അനാഥ മന്ദിരങ്ങൾക്ക്, മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് എത്തും. പക്ഷെ സ്ഥാപനത്തിന് അതുകൂടെ ഒന്നും തികയില്ല. റിസർവർമാരെ വെച്ചിട്ടൊരു കാര്യമില്ലാതെ തുച്ഛമായിട്ടേ കിട്ടുള്ളൂ എന്നാ പറയാ. നേരെ മറിച്ച് ഇവിടെ 15 ഉറുപ്പിയെങ്കിലും ഒരു മാസം സാലറി കൊടുത്തും കണ്ട് സ്ഥിരമായി റിസീവർമാരെ വെച്ച് നോക്ക്, അത് സാലറി ആയിട്ട് അത് കൃത്യമായിരിക്കും. പിന്നെ മാത്രമല്ല, ഉസ്താദ് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ലോ, അതായത് യത്തീം മക്കള് കുട്ടീനെ കൊണ്ടുവന്നാക്കിയിട്ട് അന്വേഷണത്തിൽ ചെന്നപ്പോ പാപ്പ ഉമ്മ മറ്റേ മലബാറില് വീട്ടു ജോലിക്ക് പ്രസവത്തിന് നിൽക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു അവസ്ഥ വാപ്പിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ശരിക്ക് ഓർഫനേജ് ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഉസ്താദിന്റെ ഈ ധൈര്യം ആലോചിച്ചപ്പോ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഇങ്ങനത്തെ ധൈര്യം കണ്ടിട്ടുള്ളൂ എന്നുള്ളത് ആലോചിച്ചു പോയി. സാധാരണ ഇങ്ങനത്തെ വിഷയമൊക്കെ നമ്മളെ പോലെയുള്ള ആളുകൾ, അപ്പൊ ഈ പ്രസംഗിക്കുന്ന ഉസ്താദുമാരൊന്നും അങ്ങനെ പറയില്ല. കാരണം കുറെ കണ്ടാലും ഇവരൊന്നും മൗനമായി നിൽക്കുകയാണല്ലോ. എന്ത് നമ്മളെ മുമ്പിൽ കാണുന്നത് പറയണം എന്ന് തോന്നിയാൽ പോലും എന്താ വിചാരിക്കുക, മറ്റുള്ള സ്ഥാപനമല്ലേ, അവിടെ അത് ഒരു ഉസ്താദ് നടത്തുന്നതല്ലേ എന്നൊക്കെ കരുതി മൗനമായി നിൽക്കും. ഭയങ്കര തെറ്റാണത്. പക്ഷെ നവാസ് മന്നാനി ഉസ്താദ് അത് തുറന്നാണ്ട് പറഞ്ഞു. അപ്പൊ ഞാനത് പങ്കുവെച്ചപ്പോ അദ്ദേഹം എന്നോട് മറുപടി പറയാണ്, ഉസ്താദ് പറയാണ്, യാസർ ഉള്ളത് പറയുന്നതിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിനെന്താ കുഴപ്പം. എന്നിട്ട് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെച്ചു. ഏതായാലും ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിത് ഗൗരവമില്ലാത്തൊരു കേസല്ലേ. യത്തീമിന്റെ മുതൽ തിന്നാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ, കഴിഞ്ഞു, ഒരു സംശയവും വേണ്ട. അതേപോലെ തന്നെ യത്തീമാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ കയറി കൂടിങ്ങാണ്ട് അങ്ങനെ പഠനം നടത്തി അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ ഒരു ആനുകൂല്യത്തിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അത്തരം പണിങ്ങള് എന്താ പറയാ കുതന്ത്രത്തിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചോളി. അത് നിങ്ങളൊക്കെ ബാധിക്കുന്ന കേസാണ്. പടച്ച റബ്ബ് നാളെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, എല്ലാം നഷ്ടപ്പെടും. നല്ലോണം സൂക്ഷ്മത പാലിച്ചോളി. ഇത് തീക്കളിയാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഐഡിയ ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഉസ്താദന്മാർക്ക് ഇതൊക്കെ ബോധ്യം ഉണ്ടെങ്കിൽ, ഏത് ഉസ്താദന്മാരാണെങ്കിലും സ്ഥലം കലയിക്കോളി. ഞാൻ നിങ്ങൾക്ക് ഒരു 100 രൂപ തരുന്നുണ്ടെങ്കിൽ അത് യത്തീമിന് തരുന്നതാ. അത് യത്തീമല്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, യത്തീമിനല്ലാതെ നിങ്ങൾ കൊടുത്ത് ബാക്കിയുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. യത്തീമിനല്ലാതെ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരം കിട്ടും. നാളെ നിങ്ങൾ ഇസാബ് പറഞ്ഞു കുഴങ്ങും. അത് അള്ളാന്റെ സംരക്ഷണത്തിലുള്ള കുട്ടികളത്. അത് നല്ലോണം മനസ്സിലാക്കിക്കോളി. അള്ള വെറുതെ വിടൂല. അത് അറിയുന്നുണ്ടെങ്കിൽ സ്ഥാപനം നടത്തി പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കൂട്ടിയൊപ്പിച്ചല്, അതിനൊന്നും ആവശ്യമില്ല. യത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് യത്തീമിനെ സംരക്ഷിക്കാൻ വേണ്ടി നല്ലോണം നോക്കിക്കോളി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോ ചില ആൾക്കാരെ മനസ്സിൽ ഈ സാധനം വന്നിട്ടുണ്ടോ, ശരിക്ക് അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറായിക്കോളി.
ആരും അന്വേഷിക്കൂല. ഇത് നമ്മളെ സ്ഥാപനല്ലേ, ആരും പാരപതുപടെ അന്വേഷിക്കാൻ. എല്ലാം അന്വേഷിക്കുന്ന, എല്ലാം കാണുന്ന വലിയ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളെ സദാസമയം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഉസ്താദ് പറഞ്ഞത് പെർഫെക്റ്റ് ഓക്കെയാണ്. പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുണ്ട്. നല്ലോണം കരുതിക്കൊള്ളി. ഏതായാലും നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞ ഈ ഒരു വിഷയം അത് വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് നല്ലോണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. അത്തരം സ്ഥാപനങ്ങളിലെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അത് കാണട്ടെ. അള്ളാന്റെ മുമ്പിൽ എല്ലാവരും തുല്യല. ഒരു സംശയം നമുക്ക് വേണ്ട. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.